ഇത് എറ്റുവിൻ്റെ ബാപ്റ്റിസിൻ്റെക്ക് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. ഇടാനായിട്ട് കുറച്ച് വൈകി. ഏറ്റു എന്ന് പറഞ്ഞാൽ ഹെക്ടർ ആട്ടെ. ഇപ്പോൾ ഒഫീഷ്യലി നമ്മൾ വിശ്വാസപ്രകാരം ഹെക്ടറിനെ ബാപ്റ്റിസം ചെയ്യാൻ വേണ്ടി പോവാട്ടോ. അതിൻ്റെ തലോട്ടമ്മയും തലോട്ടപ്പനും ഞാനും ഏട്ടനും ആട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര മേക്കപ്പൊക്കെ ഇട്ടേക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് മേക്കപ്പ് എനിക്ക് ഒട്ടും സ്യൂട്ടാവാത്തതാണ്. എങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടാറില്ലേ. മേക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്താലും കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല, കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ. അന്ന് പലരും കണ്ടപ്പോഴേക്കും മേക്കപ്പ് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു കോൺഫിഡൻസ് പോയായിരുന്നേ. എന്തായാലും സാരി ഡ്രേപ്പിങ്ങും മേക്കപ്പും ഹെയറൊക്കെ ഞാൻ പാർലറിൽ പോയി തന്നെയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഹെക്ടറിൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ നമ്മുടെ പൊന്നപ്പന നോക്കിക്കേ, നല്ല കുർത്തിയൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ടായിരിക്കണം. ഏറ്റവും ആണെങ്കിൽ നല്ല കരച്ചിലായിരുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ചൂടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഈ ഡ്രസ്സും കൂടി ആകുമ്പോൾ ഒന്നും കൂടി കൂടുമല്ലോ. നമ്മളാണെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. ഡ്രസ്സൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നേ. നമ്മൾ പറഞ്ഞ ഡിസൈനിൽ പറഞ്ഞ കളറിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടിയിട്ടാ. പൊന്നപ്പൻ അവിടെ ഇവിടെയൊക്കെ ഓടി കിടക്കുന്നുണ്ടേ. ഏറ്റവും ആണെങ്കിൽ ആ ചൂടെടുത്തിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ആശമേന്ന് പറഞ്ഞാൽ കുറേ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്, എന്നാലും നല്ല കരച്ചില്. ചൂടല്ലേ. അപ്പം മിഷാമ്മ, അതായത് ആശയുടെ അമ്മ, കുഞ്ഞിനെ തലോട്ടമ്മയ്ക്ക് തരുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചതേ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തന്ന് നമ്മളിനി പള്ളിയിലേക്ക് ഇറങ്ങാൻ കേട്ടോ. ഏറ്റവും ആണെങ്കിൽ ക്യാപ്പൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ പള്ളിയിലെത്തിയപ്പോൾ ആദ്യം കുറച്ച് ശാന്തനായിരുന്നു. ശാന്തനല്ലാതിരുന്നത് നമ്മുടെ പൊന്നപ്പനും മലാക്കി നമ്മുടെ കുഞ്ഞുണ്ണിയുമാണ്. അവിടെ കിടന്ന് എക്കോ സൗണ്ട് പറഞ്ഞുകൊണ്ട് അവന്മാർ അവിടെ കിടന്ന് ചെറിയ ബഹളമായിരുന്നു. ബഹളമല്ല, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കില്ലേ. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാവിധ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും കാര്യങ്ങളും കടാക്ഷിക്കുക. നമ്മുടെ കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അംഗീകമാക്കി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്നാനവും തൈലവും വഴി സുവിശേഷ സാക്ഷിയായി തീർക്കണമേ എന്ന് യോഗം പ്രാർത്ഥിക്കുന്നു. ജീവിത വിശുദ്ധി വഴി ഇവൻ സ്വർഗീയ സൗഭാഗ്യം ഈ കുട്ടികളല്ലെങ്കിലും അന്നത്തെ ദിവസം ഭയങ്കര കരച്ചിലായിരിക്കും അല്ലേ. ചിലപ്പോൾ ചൂടുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ എന്നല്ല ശരിക്കും ചൂടുകൊണ്ട് തന്നെയാണ്. അവിടെ കാറ്റൊക്കെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. നമ്മുടെ കുഞ്ഞിക്കിളി അങ്ങനെ തന്നെയായിരുന്നു. ബാപ്റ്റിസ്റ്റിൻ്റെ ദിവസം എന്തൊരു കരച്ചിലായിരുന്നു അറിയോ. അതുകൊണ്ട് തന്നെ ഇല്ലേ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ശരിക്കും രാവിലെ തൊട്ട് ഞങ്ങൾ ഈ ബാപ്റ്റിസത്തിന് ഞാൻ ആ മേക്കപ്പ് ചെയ്യണേ തൊട്ട് മുന്നേ വരെ ഹോസ്പിറ്റലിലായിരുന്നേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുന്നു. എന്താ മോനെ തൈലം കൊണ്ട് ഇപ്പൊ അഭിഷേകം ചെയ്യുന്നു. നോക്കിക്കോ, വെള്ളമെടുപ്പ് പറഞ്ഞപ്പൻ ആ വെള്ളമെടുപ്പ്. പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി ഹാളിലേക്ക് പോകട്ടെ. അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തൊട്ട് ഈ മേക്കപ്പ് ചെയ്യണതിൻ്റെ തൊട്ട് മുന്നേ വരെ ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. കുഞ്ഞിക്കിളിനെയും കൊണ്ട് അവന് വയ്യാഞ്ഞിട്ട് ട്രിപ്പ് ഇട്ട് കിടക്കായിരുന്നു. അതിൻ്റെ ടെൻഷനും. എന്നാലും ഞാൻ മേക്കപ്പ് ചെയ്യാതിരുന്നില്ല കേട്ടോ, കാരണം അതിൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. പക്ഷെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്തു തന്നെങ്കിലും എനിക്ക് എപ്പോഴും ഉള്ള ഒരു കുറ്റബോധമാണ്, അയ്യോ മേക്കപ്പ് വേണ്ടായിരുന്നു, എനിക്ക് മേക്കപ്പ് ഇല്ലാത്തൊരു ഫേസാണ് ഭംഗിയെന്ന് എനിക്ക് ഫീൽ ചെയ്ത്. മാത്രമല്ല കുറേ കമൻസും കിട്ടിയിട്ടാ എനിക്ക്. പക്ഷെ എനിക്ക് ഹെയർ കുറച്ചുകൂടി നല്ലോണം സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിന്നോന്നുള്ളൂ. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോകണോട്ടോ, കാരണം അവന് തീരെ വയ്യാണ്ടായി. അതുകൊണ്ട് തന്നെ അധികം പരിപാടി നമുക്ക് കൂടാൻ പറ്റിയില്ല.